വഴിയിലായ ഇവനത് വേറെ. ഇവന്റെ വാൽത്തൂക്ക് നേരത്തെ ഞാൻ ഊരണമെന്ന് വിചാരിച്ചതാ. ഒരു സാധനം വണ്ടിയിലിട്ട കാണൂല. 12-10 സ്പാൻഡ് ഉണ്ടാകുന്നെങ്കിൽ ഇപ്പൊ വണ്ടി ഓടിച്ച് വീട്ടിൽ പോകായിരുന്നു. അതെങ്ങനാ പട്ടാപ്പകല് കർത്താവ് വരെ കട്ടിന്റെ അടി കിടക്കുന്ന കാലമാ. എന്നാ പിന്നെ ആ 12-10 സ്പാനർ കർത്താവിനോട് തന്നെ ചോദിച്ചാലെന്ത്? ചോദിച്ചാ തരുന്ന കർത്താവാണെന്ന് എനിക്കങ്ങനെ അറിയാം. കർത്താവിന് അങ്ങനെയൊന്നുമില്ല. 12-10 അല്ല 20-25 വരെ കർത്താവ് കൊടുക്കും. എങ്കിൽ പിന്നെ കർത്താവ് സോറി മത്തായി, 2 വണ്ടിക്കും കൂടി ഒരു സ്പാനർ പോരെ. അത് പിന്നെ ആ സ്പാനറിന് ഈ വണ്ടിയോട് താല്പര്യം ഉണ്ടെന്ന് എങ്ങനെ അറിയും? അത് ഈ വണ്ടി വിചാരിച്ചാലേ നടക്കൂ. അവസാനം ഈ വണ്ടി ഷെഡിൽ കയറ്റരുത്. അങ്ങനെ ഷെഡിൽ കയറിയ ഈ 2 വണ്ടി ഒരുമിച്ച് ഷെഡിൽ കയറും. എങ്കിൽ പിന്നെ ഉറപ്പ് ഉറപ്പ്. എന്നാ നമുക്ക് ആ സ്പാനറിന്റെ അടുത്തേക്ക് ചെല്ലാം. വാ. നീ ഇനി ഒന്നും പറയണ്ട കത്രി. നിനക്ക് എന്നോടുള്ള അത്രയും സ്നേഹം അന്തപ്പനോടില്ലെങ്കിലും കുറച്ചൊക്കെ സ്നേഹം ഇവനോടും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇന്നത്തെ ഈ ജീവിത സൂചിക വെച്ച് നോക്കുമ്പോ നമുക്ക് രണ്ടാൾക്ക് മാത്രം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പ്രണയത്തെക്കാൾ വലുതാണ് വിശപ്പെന്ന് നന്നായിട്ട് അറിയാവുന്നവനാണ് ഈ മത്തായി. അതെ, വിശപ്പ് പടിവാതിലൂടെ കടന്നു വരുമ്പോ പ്രേമം ജനൽപ്പഴുതിലൂടെ ഓടിക്കളയുമെന്നാണ് മഹാനായ യാചകൻ ചക്രവർത്തി പറഞ്ഞിരിക്കുന്നത്. യാചകൻ ചക്രവർത്തിയല്ല, ഷാജഹാൻ ചക്രവർത്തി. അങ്ങേര് തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കത്രി എതിരൊന്നും പറയരുത്. ഞങ്ങളെ വിവാഹം കഴിക്കാൻ പൂർണ്ണ സമ്മതമാണെന്ന് ഈ കൈയടിച്ച് സമ്മതിക്കണം, സമ്മതിക്കണം. അയ്യോ, ഒരു പെണ്ണെങ്ങനെ 2 പേരെ കല്യാണം കഴിക്കുന്നേ? പാഞ്ചാലിയായ സീത അർജുനനെ പോലിരിക്കുന്ന 5 ഭീമന്മാരെ ഒന്നിച്ച് കല്യാണം കഴിച്ച് താമസിച്ചു. സീതയല്ല, പാഞ്ചാലി. പാഞ്ചാലി എങ്കിൽ പാഞ്ചാലി. പിന്നെയാണോ മുരിങ്ങയ്ക്ക പോലിരിക്കുന്ന ഞങ്ങൾ 2 പേരും? ആ പാഞ്ചാലി എന്ത് ഭാഗ്യവതിയാ. ഒരു സാരി ചോദിച്ചാൽ 5 സാരി കിട്ടും. അയ്യോ, അവരെന്താവശ്യപ്പെട്ടാലും 5 എണ്ണം വീതം കിട്ടും. ചതിച്ചോ? ഇനി 3 പേരെ കൂടി നമ്മൾ ഉണ്ടാക്കേണ്ടി വരുമോ? എന്തിന്? നമ്മൾ 2 പേര് പോരെ? 5 അല്ല 10 സാരി വേണമെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. ഈ വിവാഹത്തിന് സമ്മതിച്ചു ഒന്ന് പറ കത്രി. സമ്മതിച്ചു. അപ്പോ എന്താണ് നമ്മുടെ വിവാഹം? പേടിയൊന്നുമില്ലല്ലോ. ഗർഭസത്യാഗ്രഹം സിന്ദാബാദ് ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഏറ്റു വിളിക്കണം. ഗർഭസത്യാഗ്രഹോ? ആർക്കാണ് ഗർഭം? ഓ, 10-20 കൊല്ലം മുമ്പുണ്ടായ ഗർഭം അല്ലേ? സോറി സോറി സോറി. നീ ഒന്നും മിണ്ടാതെ കൂടെ പോയച്ചാ മതി. അവിടെ ചെന്ന് അതും ഇതും പറഞ്ഞ കാര്യങ്ങൾ കുളമാക്കല്ലേ. വെരി കെയർഫുൾ ആയിട്ട് കാര്യങ്ങൾ വാച്ച് ചെയ്ത് ഞാൻ സൈലന്റ് ആയിട്ട് നിന്നോളാം. കമാൻ. ആനിക്കൊച്ചിന്റെ തന്ത താനാണെന്ന് കുട്ടപ്പായി മുതലാളി സമ്മതിച്ച പിന്നത്തെ കാര്യം അന്തപ്പനേറ്റ്. ലക്ഷക്കണക്കിന് സ്വത്തിന്റെ അവകാശിയാവാൻ പോവല്ലേ ആനിക്കൊച്ചി. ഇത് കണ്ട ഇനി ആനിക്കൊച്ചി താമസിക്കാൻ പോണ ഭവനമാണ് ഈ കാണുന്നത്. ചെല്ലി 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 ചെല്ലി. അന്തപ്പൻ വരുന്നില്ലേ? ഹേ, അന്തപ്പൻ ഇവിടെ നിക്കാം. എന്തേലും കശപിശ അവിടെ ഉണ്ടായാലുണ്ടല്ല, അന്തപ്പ എന്നൊരു വിളി വിളിച്ചാ മതി. വിളിച്ച് തീരുന്നതിന് മുമ്പ് അന്തപ്പൻ അവിടെ എത്തി. ചെല്ലി ചെല്ലി ചെല്ലി. അല്ല, ആരാ? എന്റെ പേര് ദീനാമ്മ. ഇതെന്റെ മോളാ ആനി. കുട്ടപ്പായി മുതലാളി ഒന്ന് കാണാൻ വന്നതാ. ഓ, മോളെ കെട്ടിക്കാൻ സഹായം ചോദിച്ചു വന്നതായിരിക്കും. അവരിവിടെ ഇല്ലല്ലോ. എടി വത്സമ്മേ, 10-100 രൂപയുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. മോളെ കെട്ടിക്കാൻ പിച്ചക്കാശ് ചോദിച്ചു വന്നതല്ല ഞാൻ. അവളെ ഇവിടെ നിർത്തിട്ട് പോവാൻ വന്നതാ. ഇവിടെ നിർത്താനോ? അതെ, ഇവിടെ അപ്പന്റെ വീട്ടിലല്ലാതെ പിന്നെ എവിടെ ഇവിടെ നിൽക്കേണ്ടത്? പള്ളിയും പട്ടക്കാരനും അറിഞ്ഞ് അവൻ താലി കെട്ടിക്കൊണ്ടുവന്നോൾ ഇവിടെ ഉണ്ട്. അവന്റെ സ്വത്തും പണവും മോഹിച്ച് മണിമാളിക പൊറുക്കാന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടതായിരിക്കും. ആരുടെയും കെട്ടുതാലി പൊട്ടിക്കാനും മണിമാളിക താമസിക്കാനും അല്ല ഞങ്ങളോട് വന്നത്. എന്റെ മോക്കൊരു ജീവിതം വേണം. അവളുടെ തന്ത വലിയ പ്രമാണിയായിട്ട് ഇവിടെ വാഴുമ്പോ ഇത്രയും കാലം ഒരു അനാഥ പെണ്ണിനെ പോലെയാണ് എന്റെ മോള് കഴിഞ്ഞത്. ഇറങ്ങി പോകുന്നുണ്ടോ നീ? അപ്പന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആ തിരുമോന്ത കണ്ടാൽ അറിയാം മറ്റേനവാന്ന്. കണ്ടവന്റെ പുറകെ ഓടി നടന്ന ആരാന്റെ കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ അവകാശം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങടി, ഇല്ലെങ്കിൽ ചൂലെടുക്കാൻ മോത്തടിക്കും. ഇറങ്ങാൻ.
എന്നാത്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നിങ്ങളുടെ മോളെ ഏൽപ്പിക്കാൻ വന്നതാ. മോളോ? അതൊരു പുതിയ അറിവാണല്ലോ. ഓ അത് ശരി, കാഞ്ഞിരപ്പള്ളിയിലെ സണ്ണിപ്പൈതലിന്റെ പുതിയ നമ്പറാണല്ലേ. കൊള്ളാം. മാന്യന്മാരെ നാറ്റിച്ചേ അടങ്ങത്തുള്ളൂ അല്ലേടാ? ഓ മാന്യത, മാന്യതയുടെ കാര്യമൊന്നും അധികം വിളമ്പണ്ട. തന്റെ മാന്യത തൽസ്വരൂപമാണല്ലോ ഈ നിൽക്കുന്നത്. ഇവളെ പോലെ എത്ര ആനിമാർ അപ്പാന്ന് വിളിച്ച് വരാൻ കിടക്കുന്നുണ്ടാവും. ഇവളെന്റെ മോളാന്ന് എന്നാ തെളിവ്? എടോ, തള്ള ചൂണ്ടിക്കാണിക്കുന്ന ഏതൊരു കൊച്ചിനും തന്ത, അത് തന്നെ തെളിവ്. എന്നാ തെളിയിക്കടാ. പുതിയൊരു ഇറക്കുമതിയെ കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ വണ്ടി കയറി പോകല്ലേ. വാട്ടി കഴിവറട മോളെ. കാഞ്ഞിരപ്പള്ളിക്കാരെ ഏതാണ്ട് ഒലത്തു എന്ന് പറഞ്ഞപ്പോ നീയും മോളും എന്നെ പരസ്യമായി നാറ്റിക്കാൻ ഇറങ്ങി അല്ലടി? മിണ്ടിപ്പോകരുത്. കുട്ടപ്പായുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. 10-20 കൊല്ലം തന്തയില്ലാതെ വളർന്ന പൊന്നുമോക്ക് തന്ത ഉണ്ടാക്കാനോ അതോ പണം ഉണ്ടാക്കാനോ? എന്താണ് ഇതിന്റെ ഉദ്ദേശം? അവന്മാരുടെ കൂടെ നിന്ന് കളി തുടരാനാണ് ഭാവമെങ്കിൽ താമസിയാതെ കോലഞ്ചേരി പുഴയിൽ 2 ശവം കൂടെ ഒഴുകും. മാനഹാനി മൂലം ആത്മഹത്യ ചെയ്ത അമ്മയും മോളും എന്ന് പോലീസ് മഹസറും എഴുതും. മനസ്സിലായോടി? ഇരുവിഭാഗങ്ങളുടെയും വാദങ്ങളും സാക്ഷികളുടെ മൊഴികളും നൽകപ്പെട്ട തെളിവുകളും സശ്രദ്ധം പഠിച്ച കോടതി ആനി കുട്ടപ്പായ്ക്ക് ദീനാമയിൽ ജനിച്ച മകളാണെന്നുള്ളത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മെയിന്റനൻസ് കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഹെൻസ് ദ കേസ് ഇസ് ഡിസ്മിസ്ഡ്. എന്ത് പറ്റി കാഞ്ഞിരപ്പള്ളിക്കാരൻ പൈതൽ? ഹലോ, കാണാം. ഇപ്പോ ആലോചിക്കുമ്പോ തോന്നുക ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. നമുക്കിവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റി. പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകളുടെ ഒരുതരം നോട്ടവും സംസാരവും. എവിടെ പോയാലും നിനക്ക് അമ്മയോടുള്ള ദേഷ്യം ഇല്ലാണ്ടാവുമോ? മകളുടെ മുഖത്ത് കരിവാരി തേച്ച ഒരമ്മ. നിങ്ങളുടെയൊക്കെ കുടുംബപ്പോര് തീർക്കാൻ ഞാനും എന്റെ മോളും ഒരു കരുവായി. പോന്നപ്പോ ഒരു മുഴം കയറോട് കൊണ്ടുവരായിരുന്നില്ലേ? 18 കൊല്ലം ഞാൻ എന്റെ മോളെ ഈ മണ്ണിൽ ചീത്തപ്പേരില്ലാതെ വളർത്തി. ഇന്നു മുതൽ ഈ തള്ളയും മോളും ആരാ? പഴിച്ചവളും പഴിച്ചു പറ്റവളും. എനിക്കൊരു തെറ്റുപറ്റി, ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ എന്തു പറഞ്ഞാലും എനിക്ക് പൊറുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അറുപ്പും വെറുപ്പുമാണ് കാഞ്ഞിരപ്പള്ളിക്കാരുടെ എനിക്ക്. കല്ലൂക്കാരന്മാരെന്റെ ജീവിതം തകർത്തപ്പോ നിങ്ങൾ ചവിട്ടി തേച്ചത് എന്റെ കുഞ്ഞിന്റെ ജീവിതമാണ്. നിങ്ങൾ എന്തോ ജീവിതം തേച്ചെന്നേ പറയുന്നേ? കൊണ്ട് കേസ് കൊടു. അല്ല പിന്നെ എനിക്കിതിൽ കൂടുതൽ ഭംഗിയായ ഭാഷയിൽ ക്ഷമ പറയാൻ അറിയില്ല. എത്ര നിസ്സാരെ സണ്ണിച്ചിന് പറഞ്ഞൊഴിയാൻ കഴിഞ്ഞു. ഇനി തള്ളയ്ക്ക് മോൾക്ക് എന്തുണ്ട് പ്രതീക്ഷിക്കാനെന്ന് ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. ശ്രീരാമജി, സന്നിച്ച നേരിട് കാണിച്ചിട്ടില്ല, ഇനിയോട്ട് കാണിക്കുകയില്ല. കല്ലൂക്കാരന്മാർക്കിട്ട് വെടിപൊട്ടിക്കണമെന്നും കൂടെ കരുതിയ നിങ്ങളെ കോടതി കയറ്റിയത്. അതിലൂടെ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നും ആഗ്രഹിച്ചു. പക്ഷേ ആ കണക്ക് തെറ്റിയപ്പോ മനസ്സ് വേദനിച്ചത് നിങ്ങളെ മാത്രമല്ല, ഞാൻ മൂലം ആരും കരയുന്നത് എനിക്കിഷ്ടമല്ല. അനി, ഇതൊരു ഔദാര്യവാക്കല്ല. നിനക്കിഷ്ടമാണെങ്കിൽ ഈ നിമിഷം മുതൽ നീ എന്റെ പെണ്ണ. നാട്ടുകാരുടെ മുമ്പിൽ ദുഷ്പേരുകാരിയായ നിന്നെ ഞാൻ